യേശുവേ ആരാധന 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 യേശുവേ നന്ദി മഹത്വം മഹത്വം കർത്താവേ താങ്ക് യു ജീസസ് ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന ആരാധനവനായ ദൈവമേ യേശുവേ സ്തുതി സ്തുതി ഹല്ലേലൂയ ദൈവമേ യേശുവേ പുത്രനായ ദൈവമേ ഞങ്ങളിൽ വന്ന് നിറയണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളിൽ വന്ന് നിറയണമേ യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ സ്തുതി. പ്രിയമുള്ളവരെ, എന്തിനാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത്? അഥവാ ലോകോത്തരമായ ഈ അസുലഭമായ അപൂർവമായ പ്രാർത്ഥനാ രൂപം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഫലമായി അതിൻ്റെ സ്ഥിരീകരണത്തിനുള്ള അനുഭവങ്ങൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ജനങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമായിട്ടാണ് ഈ അപൂർവമായ പ്രാർത്ഥന, അതായത് മരിയൻ ഉടമ്പടി പ്രാർത്ഥന നമുക്ക് ലഭിച്ചത്. എല്ലാം ഒരു വെളിപാട് പോലെയാണ്. ഇപ്പം എത്രയോ മനുഷ്യരാണ് ഈ ആഴ്ചയിൽ കൗൺസിലിങ്ങിൽ വന്നത്. എത്രയോ, അതായത് സഭയുടെ എല്ലാ മലപ്പുറത്തുനിന്ന് ഇസ്ലാം മതവിശ്വാസികൾ വരെ ഇന്ന് സാക്ഷികൾ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അല്ല, അവരുടെ മതം ഉപേക്ഷിച്ച് വന്നതല്ല അവരെ, മറിച്ച് അവരുടെ ഒരു പ്രത്യേകമായ സങ്കടകരമായ സാഹചര്യത്തിൽ ഞാൻ ആൾക്കാരെ അദ്ദേഹം പേര് പറഞ്ഞപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത്. ഇതുപോലെ അനേക മക്കൾ അഭയം പ്രാപിക്കുന്നുണ്ട്. എന്താണ്, ഒരു മതവിശ്വാസത്തിനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മതജീവിതത്തിനോ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ അത്യാഹിതം പിടിച്ച ഈ ഒരു സമയത്ത് ഒരു സന്ധിപ്പിനാണ് മനുഷ്യൻ ആശ്രയിക്കുന്നത്. ഇപ്പോൾ യാക്കോബൈസുകളും CSIക്കാരും ഓർത്തഡോക്സൊക്കെ ഈ ദിവസം ഞാൻ കൗൺസിൽ ചെയ്ത സഹോദരങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ്. ഇപ്പം ഞാൻ ശരിക്കും 10-30 വർഷമായി കൗൺസിലിംഗ് തുടങ്ങിയിട്ട്. പക്ഷേ ഇപ്പോഴാണ് ഈ അമ്മയുടെ പ്രത്യക്ഷീകരണത്തോടെയാണ് വ്യാപകമായ എല്ലാ ജനപദങ്ങളും ഈ ആത്മീയ ശുശ്രൂഷാലയത്തെ സ്നേഹിക്കുകയും ഇതിലേക്ക് അടുത്തു വരികയും ചെയ്യണത്, ആശ്രയിക്കുന്നത് ശരിക്കും. കാരണം എന്താ ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇടയ്ക്കത് സാക്ഷ്യം പോലെ പറയാറുണ്ട്. ഒരു 4 കൊല്ലം മുമ്പ് ഞാൻ എൻ്റെ അടുത്ത പള്ളിയിലിരിക്കുന്ന സമയത്ത് 2016 തോന്നുന്നത്, ഒരു വലിയൊരു സ്വപ്നം കണ്ട്. വലിയ സ്വപ്നം എന്ന് പറയണത് ഇടയ്ക്കൊക്കെ ഞാനത് പറയുന്നുണ്ട്. ഇടയ്ക്ക് ഈ ജനങ്ങളുടെ വ്യത്യസ്തങ്ങളായ വിശ്വാസമുള്ള ആൾക്കാരുടെ അഭയം കാണുമ്പോഴേ ഒരു ഓലച്ചാപ്രയാണ്, ഭയങ്കരമായ ലളിതമായ, അല്ലാതെ ഭയങ്കരമായ ബസിലിക്ക പള്ളി പോലെയുള്ള ഒരു ഓലച്ചാപ്ര, ഒത്തിരി വീതിയും പൊക്കവും നീളവും ഉള്ള നമ്മുടെ പണ്ടത്തെ തിയേറ്ററില്ലേ, സിക്കാസ് തിയേറ്റർ പോലെ ലളിതമായ ഒരു നിർമ്മിതി. കുരിശ് പോലും അതിൻ്റെ മുഖവാരത്തില്ല. ഒരു സ്റ്റീലിൻ്റെ അക്ഷരം കൊണ്ട്, സ്റ്റീൽ കൊണ്ട് ഗോഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഗോഡ്, ദൈവം. അന്ന് എനിക്ക് മനസ്സിലായതാണ്, അന്ന് ഉടമ്പടി ഒന്നും തന്നിട്ടില്ലായിരുന്നു. പക്ഷെ അന്ന് എനിക്കറിയാമായിരുന്നു എന്തോ സംതിങ് ഫോർ ഓൾ പീപ്പിൾ, സംതിങ് ഗോയിങ് ടു ഹാപ്പൻ. എല്ലാവർക്കും പറ്റുന്ന ഒരു അഭയമാകുന്ന എന്തോ ഒന്ന് ദൈവം ഇവിടെ ചെയ്യാൻ പോകുന്നുവെന്നും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഈ ഉടമ്പടി പ്രാർത്ഥന ദൈവം തന്നത്. ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി പ്രാർത്ഥന തുടങ്ങിയ കാര്യങ്ങളിൽ ഭയങ്കരമായ സഭ എന്നോട് ചോദിക്കുമായിരുന്നു വാട്ട് ഇസ് ഇറ്റ്. അപ്പോൾ എന്നോട് ഞാൻ വിശദീകരണത്തിന് വേണ്ടി ബിഷപ്പ് ഹൗസിൽ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അതിനു മുമ്പ് തന്നെ അമ്മ എന്താണ് ഉടമ്പടി എന്ന് വ്യക്തമാക്കിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കുടുംബ അന്തരാളത്തിൽ പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ അപമാനം അനുഭവിക്കാൻ പോകുന്ന കാനായിലെ കല്യാണ സമയത്ത് എന്ത് ചെയ്യും എന്ന് അവർ അന്താളിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ ആ വിഷയത്തിൽ അവരറിയാതെ ഇടപെടുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ അന്താളിക്കാൻ പോലും ദൈവം ആഗ്രഹിക്കണില്ല എന്ന്. അതാണൊരു ദൈവ മനസ്സ്. ആ കാനായിലെ കല്യാണ കുടുംബത്തിൽ വിഞ്ഞ് തീർന്നു പോകുന്നത് ആ വീട്ടുകാരൻ അറിയണില്ല. അയാൾ അറിഞ്ഞു വരുമ്പോൾ അയാൾ ചിലപ്പോൾ അറ്റാക്കായി പോകും. ചിലപ്പോൾ അയാൾക്ക്
കാര്യം നമുക്ക് ചോറ് തീർന്നു പോകുന്ന പോലെയുള്ള ഒരു അപമാനകരമായ പ്രശ്നമാണ്. 100 പേര് ചോറ് കഴിക്കാതെ കല്യാണത്തിന് വന്നവർ നമ്മുടെ വീട്ടിൽ നിന്ന് പോയാൽ എന്തൊരു അപമാനമായിരിക്കും. അപ്പോൾ ആ ഒരു അന്താളിപ്പിന് പെട്ടെന്ന് ഒരു മിന്നൽപ്പിടുത്തം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ മനുഷ്യൻ്റെ വായിൽ നിന്ന് പതചാടും. പിന്നെ അയാളെ കുഴഞ്ഞ് താഴെ വീഴും, ചിലപ്പോൾ ചത്തും പോവും. ഹൈ പ്രഷറൊക്കെ ഉള്ളവരും ഹാർട്ട് അറ്റാക്ക് ഉള്ളവരൊക്കെ അങ്ങനെയല്ലേ, പെട്ടെന്നൊരു മിന്നൽ കിട്ടിയാൽ മതി അവർക്ക്. അതുപോലെ പക്ഷെ അങ്ങനെ ഒന്ന് അന്താളിക്കാൻ പോലും നിൻ്റെ ദൈവം ആഗ്രഹിക്കാത്ത കൊണ്ടാണ് നിനക്ക് അമ്മയെ തക്ക സമയത്ത് തക്ക സ്ഥാനത്ത് ദൈവം തന്നത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 യേശുവേ ആരാധന യേശുവേ ആരാധന. എൻ്റെ മക്കളെ, നിങ്ങളൊന്ന് സ്നേഹത്തോടെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഞാൻ പറഞ്ഞത്. ഞാൻ എന്താ പറഞ്ഞത്? അതായത് നമ്മൾ ഒന്ന് അന്താളിക്കാൻ പോലും നിൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആ വിങ്ങി തീർന്നു പോയി എന്ന് ആ സമയത്ത് അറിഞ്ഞാൽ ആ മനുഷ്യൻ അന്താളിക്കും. ആ ഒരു അന്താളിപ്പ് നമ്മുടെ ഉള്ളിലെത്തും മുമ്പ് തന്നെ ദൈവം അമ്മയെ അവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. ദിസ് ഈസ് ദ സീറ്റിംഗ് ഓഫ് ദ ഫാമിലി. ഒരു ഫാമിലിയുടെ, ഒരു കുടുംബത്തിൻ്റെ ദൈവക്രമം എന്താണ്? ഫാമിലി രൂപപ്പെടുന്ന മുമ്പേ അമ്മയെ അവിടെ ദൈവം അതിൻ്റെ ഒരു ഘടകമായി ക്രമീകരിക്കുന്നു. ഒരു മണവാളിനും മണവാട്ടിയും അവർ ജീവിതം കൊണ്ട് പ്രതിജ്ഞ ചെയ്ത് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് കുടുംബത്തെ കുടുംബമാക്കുന്ന, കുടുംബത്തിൻ്റെ എല്ലാ ആകുലതകളും എല്ലാ ആശങ്കകളും സംഭവിക്കാൻ പോകുന്ന അന്താളിപ്പുകളെ നേരത്തെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അവരറിയാതെ അതിന് പരിഹാരം ചെയ്യാൻ അമ്മയെയാണ് ആദ്യം ആ കുടുംബത്തിലെ ദൈവം സ്ഥാപിക്കുന്നത്. ഇത് ദൈവത്തിൻ്റെ സ്ഥാപനമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ദൈവത്തോട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ദൈവപൈതലെ നീ ദൈവസ്നേഹത്തോടെയാണ് അതിനെ സമീപിക്കേണ്ടത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിലുള്ള ഈ കുടുംബക്രമീകരണമില്ലേ, അമ്മ ആദ്യം സ്ഥാപിച്ചുകൊണ്ട് അവിടുത്തെ ആശങ്കകളെ വിവേചിച്ച് ഒരു ചെവി അറിയാതെ അപമാനങ്ങളെ വരുത്താതെ അഭിമാനത്തെ സംരക്ഷിച്ചുകൊണ്ട് ഉള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമല്ലേ, അത് ദൈവത്തിൻ്റെ നന്മയാണ്. ദൈവം എന്താ അങ്ങനെ ചെയ്യണത്? അതായത് അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള ഒരു അപമാനത്തെ അങ്ങ് അത് അനുഭവിക്കുന്ന മുമ്പ് തന്നെ ദൈവം ഏറ്റെടുക്കുക. ഇതിന് എന്താ നമ്മൾ പറയണത്? അത് ദൈവത്തിൻ്റെ നന്മയാണ്. നന്മ, കാര്യം നമ്മളുടെ നന്മയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ നന്മയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇപ്പം നിയമാവർത്തന പുസ്തകമില്ലേ, നിയമാവർത്തന പുസ്തകത്തിൻ്റെ 4:40 വായിക്കുമ്പോൾ അതിമനോഹരമായൊരു വചനമുണ്ട്. നിയമാവർത്തന പുസ്തകം 4:40. അതായത് ആഖിയാൽ നിങ്ങൾ, ഏറ്റു പറഞ്ഞ മക്കളെ, ആകയാൽ നിങ്ങൾ നിങ്ങളുടെ സന്തതികൾക്കും ആകയാൽ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകുവാനും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശാശ്വതമായി തരുന്ന ദേശത്ത് ദീർഘകാലം വസിക്കാനും വേണ്ടി ദൈവത്തിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുവിൻ എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. അപ്പോഴേ ഈ നിയമാവർത്തനം 4:40 ഉടമ്പടിയുടെ ഒരു മർമ്മം. എന്താണ്? നന്മയുണ്ടാവുക. ആർക്കൊക്കെയാണ്? നിങ്ങൾക്ക് നിങ്ങളുടെ സന്തതികൾക്ക് നന്മയുണ്ടാവുക. അതാരാ ആഗ്രഹിക്കണത്? ദൈവം ആഗ്രഹിക്കുകയാണ്.
ഈ അമ്മയെ കൊണ്ടുവന്ന് അവിടെ വീഞ്ഞ് തീർന്നു പോകുന്ന മുമ്പ് തന്നെ ആ അന്താളിപ്പ് വീട്ടുകാരൻ അനുഭവിക്കുന്ന മുമ്പ് തന്നെ ആ വിഷയത്തിൽ സമാധാനം ഉണ്ടാകുന്നതാണ് നന്മയെന്ന് പറയുന്നത്. ഈ നന്മ ഉണ്ടാകാൻ വേണ്ടിയാണ് മറിയത്തെ ഒരു ഭവനത്തിൽ ദൈവം സ്ഥാപിക്കുന്നത്. നന്മയുണ്ടാകാൻ ഉടമ്പടി അതാണ് ചെയ്യണത്. നിങ്ങളുടെ കുടുംബത്തിൽ മറിയത്തെ സ്ഥാപിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകാൻ വേണ്ടി. എന്താ അങ്ങനെ പറയാൻ കാര്യം വെച്ചാൽ, പഴയ നിയമത്തിലെ ദൈവം എന്താ പറയണത്? നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകാൻ വേണ്ടി എന്ത് ചെയ്യണം? നിങ്ങൾ അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകാൻ വേണ്ടി അവിടുത്തെ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കുക. അതാണ് പഴയ നിയമത്തിലെ നിയമാവർത്തനത്തിലെ ദൈവ മനസ്സ്. പുതിയ നിയമത്തിൽ അത് പറയണത് ആരാണ്? അമ്മയാണ് പറയണത്. എന്താ പറയണത്? നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ വേണ്ടി അവൻ പറയണത് പോലെ ചെയ്യുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പം യോഹന്നാൻ 2:5 ഇല്ലേ? നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ വേണ്ടി അവൻ പറയണത് പോലെ ചെയ്യുക. എന്താ അവൻ പറയണത്? അവൻ പറയണത് ഈ യോഹന്നാൻ 2:5 അവൻ പറയണ പോലെ ചെയ്യുക എന്നുള്ള യോഹന്നാൻ 2:5 നമ്മൾ നേരത്തെ വായിച്ച നിയമാവർത്തനം 4:40 സെയിമാണ്. രണ്ടിൻ്റെ ഉദ്ദേശം എന്താണ്? നന്മയുണ്ടാവുകയാണ്. അതിൽ പുതിയ നിയമത്തിൽ നന്മയുണ്ടാകാൻ എന്താണ് ചെയ്തിരിക്കുന്നത്? മറിയത്തെ അവിടെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. മറിയമാണ് പറയണത് അവിടുത്തെ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കാൻ. എന്ത് തീർന്നു പോയാലും എന്തില്ലായ്മ ഉണ്ടായാലും ഉടമ്പടി ചെയ്തുകൊണ്ട് അവിടുത്തെ ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ചുകൊണ്ട് അവിടുത്തോട് ഒട്ടിച്ചേരാൻ വേണ്ടി മറിയത്തെ ദൈവം നന്മയുടെ സൗഭാഗ്യ ചിഹ്നമായി കുടുംബത്തിൽ പ്രതിഷ്ഠിക്കുകയാണ്. ശ്രുതികട ഹല്ലേലൂയ. ഈ നന്മ ഒരു വൺ ടൈമായിട്ട് നടക്കുന്ന സംഭവങ്ങളല്ല. ഉടമ്പടിയുടെ വ്യത്യാസം അതാണ്. ഉടമ്പടി 2 കാര്യങ്ങളെ, അനുഗ്രഹത്തിൻ്റെ 2 തട്ടകങ്ങളെ ഉടമ്പടി സ്പർശിക്കുന്നുണ്ട്. അത് എന്താണ്? ഒരു ഇൻസിഡൻറ്റ് ഹാപ്പൻ ചെയ്യാൻ, ഒരു സംഭവം നടക്കാൻ. ഇപ്പോൾ എന്താ ഒരു സംഭവം? ഇപ്പോൾ ഇതൊരു ഈവൻ്റാണ്. ഉടമ്പടി ആരാധന നടക്കുകയാണ്. ഇതൊരു ഈവൻ്റാണ്. ഈ സംഭവം നടക്കാൻ 2 സ്പേസ് വേണം. എന്ത് വേണം? ഒരു ടൈം വേണം. ടൈം എന്ന് പറയണത് ഇപ്പോൾ ആഗസ്റ്റ് 17-ാം തീയതി 11:30 മണിക്ക് ഒരു ടൈമാണത്. അതാണ് ഉടമ്പടി ധ്യാനം നടക്കുന്ന സമയം. എൻ്റെ സ്പേസ് ഉണ്ട്, ഇതിനൊരു സ്പേസ് ഉണ്ട്. എല്ലാ ഇൻസിഡൻറ്റിനും ഈവൻസിനും 2 ഘടകങ്ങളുണ്ട്. എൻ്റെ സ്പേസ് എന്താണ്? കൃപാസനമാണ് ഇതിൻ്റെ സ്പേസ്. സ്ഥലവും സമയവും, ഡേറ്റ് ആൻഡ് ടൈം. ഡേറ്റ് ആസ് പ്ലേസ് ആൻഡ് ടൈം ഒരു ഈവൻറ്റിൻ്റെ കാര്യമാണ് ഇത്. ഇനി നമ്മൾക്ക് ഈവൻറ്റിനെ വേണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ഈവൻറ്റിനെ മാത്രം ബ്ലെസ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമുക്ക് ദീർഘകാലത്തെ അങ്ങ് ബ്ലെസ് ചെയ്തെടുക്കാം. ഉടമ്പടിയും സാധാരണ പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. സാധാരണ പ്രാർത്ഥന നിങ്ങളൊരു സ്വർഗസ്ഥനായ പിതാവ് ചെല്ലുന്നു എവിടെ, അപ്പോൾ ആ ടൈം അങ്ങോട്ട് ആ നിങ്ങൾ ചെയ്യാൻ പോകുന്ന ഇൻ്റർവ്യൂ അതങ്ങ് ബ്ലെസ് ചെയ്തെടുക്കും. പക്ഷേ ഈ ഇൻ്റർവ്യൂ ബ്ലെസ് ചെയ്തുകൊണ്ട് മാത്രം ആയില്ലല്ലോ. ഇൻ്റർവ്യൂ കഴിഞ്ഞ് അതിനുശേഷം സ്ക്രൂട്ടണിക്ക് ഷോർട്ട് ലിസ്റ്റ് ഇടണ്ടേ? ഈ ഷോർട്ട് ലിസ്റ്റ് ഇടുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. നിങ്ങളെക്കാൾ യോഗ്യരായ ആൾക്കാർ നിങ്ങളെക്കാൾ മുമ്പിൽ വരും. ഇനി ചില സമയത്ത് സാക്ഷ്യം പറയണ്ടേ, അച്ഛാ എനിക്ക് മെഡിക്കൽ സീറ്റ് കിട്ടിയില്ല. അപ്പം അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞാൻ 4 മാസം വെയിറ്റ് ചെയ്തു. 4 മാസം വെയിറ്റ് ചെയ്തേ. കാര്യത്തിൽ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ പള്ളിയിൽ സഹായിക്കുന്ന ഒരു ഡോക്ടർ, ഇടവക്കാരൻ തന്നെയാണ്,
അദ്ദേഹത്തിന് മെഡിക്കൽ സീറ്റ് കിട്ടാഞ്ഞൊരു കാലമുണ്ട് 96 വർഗീസ്, ഡോക്ടർ വർഗീസ്. അപ്പോൾ അതിനെ കിട്ടാതിരുന്നപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, അച്ഛാ എൻ്റെ കാശില്ല, എൻ്റെ ഫാദറിനും കാശില്ല. പക്ഷെ ഭയങ്കര കാശുകാർ വന്നാണ് സീറ്റെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോണത്. അതെല്ലാം മാനേജ്മെൻറ്റ് സീറ്റാണ്, മറ്റേ സീറ്റ് വാങ്ങിക്കാൻ ഞാൻ എലിജിബിളല്ല. എന്നിട്ട് ഞാൻ അവൻ്റെ നെഞ്ചത്ത്, അന്ന് ഞാൻ പീച്ചിലിന് തടമെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടവക പരിപാടി കഴിഞ്ഞ് വൈകുന്നേരം അപ്പോൾ പള്ളിത്തോട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ മുഴുവനും ചെളിയായിരുന്നു, പീച്ചിലിന് തടം വെക്കണ. അപ്പോൾ സമയത്ത് തയ്യലിൻ്റെ ഒരു തൈത്തങ്ങ ഉണ്ടായിരുന്നു, തൈത്തങ്ങിൻ്റെ ഞാട്ടയിൽ ഞാൻ എൻ്റെ കൈ തുടച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. എന്നിട്ട് ഇവൻ്റെ ബട്ടൺസ് ഊരി ഞാൻ ഈ വർഗീസിൻ്റെ നെഞ്ചത്ത് കൈവച്ചിട്ട് വിശ്വാസ പ്രമാണം ചെല്ലാൻ പറഞ്ഞ്. ഓമനപ്പുഴക്കാരനാണ് നമ്മുടെ ഇവിടുത്തെ. ഇപ്പം ഞങ്ങളുടെ ഇവിടെ അടുത്ത ഇടവല താമസിക്കും, ഞാൻ നേരത്തെ ഇരുന്ന ഇടവകയിൽ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, നീ വെയിറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് കർത്താവ് തന്നൊരു ഐഡിയ വെയിറ്റ് ചെയ്യാൻ പറയാനാണ്. പക്ഷെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറയാവുന്നല്ലാതെ അതിനുള്ള കാരണങ്ങളില്ല. സീറ്റ് ഓൾറെഡി ഫില്ലായി. പിന്നെ അതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഒരു ഗ്രീൻ കാർഡ് വരുന്നുണ്ട്, അത് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഗ്രീൻ കാർഡ് കർത്താവ് കാണിച്ചു തന്നതാണ്. എന്ത് ഗ്രീനാണ് അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത് എനിക്കറിയത്തില്ല, കർത്താവ് കാണിച്ചു. പക്ഷേ ഈ വർഗീസ് എന്ന ഒരു പയ്യനാണ്, ഓരോരുത്തരും പോയി വേറെ പഠനങ്ങൾക്കൊന്നും പോകാതെ ഈ ഗ്രീൻ കാർഡ് നോക്കിയിരിക്കുക. ഇതിനാണ് നമുക്ക് പ്രത്യാശ എന്ന് പറയണത്. കർത്താവ് പറഞ്ഞ വിഷയത്തിൽ വാക്കിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ടിരിക്കും. അവസാനം എ.കെ. ആൻ്റണി മുഖ്യമന്ത്രി. എ.കെ. ആൻ്റണി ഈ 4 മാസം കഴിഞ്ഞപ്പോൾ ഫിഷർമെന് മാത്രം വേണ്ടി പ്രത്യേക പാക്കേജ് ഇറക്കി. അതിന് ഗ്രീൻ കാർഡെന്നാണ് വിളിക്കണത്. നോക്കി 90 ദിവസം മുമ്പാണ് ഈ മെസ്സേജ്, ഗ്രീൻ കാർഡിൻ്റെ മെസ്സേജ് വരണത്. ഇന്ന് അദ്ദേഹം MD എടുക്കുമ്പോഴും, മസ്കലിൽ ഡോക്ടറാണ് ഇപ്പോൾ, MD എടുക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ അമ്മയും വൈഫും വന്ന് ഉടമ്പടി എടുത്ത്. കാര്യം MDക്ക് നേരത്തെയുള്ള പല സർട്ടിഫിക്കറ്റുകളും കിട്ടുന്നില്ലായിരുന്നു. സർട്ടിഫിക്കറ്റുകൾ വിത്ത് ഹെൽഡായിപ്പോയി, അത് കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് MD എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ എന്ത് ചെയ്ത്, വൈഫ് അമ്മയും കൂടി വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ്, ആ ഉടമ്പടി എടുത്ത് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ സർട്ടിഫിക്കറ്റ് എല്ലാം റിലീസായി. ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഇൻസിഡൻറ്റ് പറയുമ്പോൾ ഒരു അനുഗ്രഹത്തിന് അതിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ അതിൻ്റെ ആദ്യ ഘട്ടമുണ്ട്. നമ്മൾ ആദ്യ ഘട്ടം പരീക്ഷയ്ക്ക് പ്രാർത്ഥിച്ചാൽ പോരാ സംഭവം. ഈ പ്രാർത്ഥന ദീർഘകാലം നിലനിൽക്കണം. ദീർഘകാലം നിലനിൽക്കാൻ ഒരു സിംഗിൾ പ്രെയറിന് പറ്റത്തില്ല. കാര്യം എന്താണ്, നമ്മൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പിന്നെ ആ സർട്ടിഫിക്കറ്റ് ചിലപ്പോൾ വിദ്യകളുണ്ടായി പോകാം. ചിലപ്പോൾ നമുക്ക് മുമ്പേ ആൾക്കാർ നമ്മളെക്കാൾ യോഗ്യർ വന്ന് ആ സീറ്റ് ഫില്ലാക്കി കളയും. പിന്നെ നമ്മളെ പുറത്തായി പോവും. നമുക്ക് യോഗ്യതയുണ്ടെന്ന് പറഞ്ഞാൽ കറക്റ്റാണ്, പക്ഷേ നമ്മളെക്കാൾ യോഗ്യതയുണ്ട്, സീറ്റിൻ്റെ എണ്ണം കുറവാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു അനുഗ്രഹം ഒരിക്കലും അറ്റ് എ ടൈം കൊണ്ട് ഒരു സമയം കൊണ്ട് വർക്ക് ചെയ്യത്തില്ല. അത് എന്നാണ് തീരണത് ആ കാലങ്ങളെല്ലാം ദീർഘകാലം. ഈ ദീർഘകാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര സീരിയസ് വിഷയമാണ്. ദീർഘകാലത്തിന് പാക്കേജുകളൊന്നുമില്ല. അതിന് ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കുക എന്നുള്ള ഉടമ്പടി മാത്രമേ ഉള്ളതിന്. അതാണ് ഇത്. അതുകൊണ്ടാണ് നിയമാവർത്തനം പറയണത്. എന്താ പറയണത്? 4:40 ആകയാൽ ഏറ്റു പറഞ്ഞേ, നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകാനും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശാശ്വതമായി തരുന്ന ദേശത്തെ ദീർഘകാലം വസിക്കാനും വേണ്ടി കർത്താവിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുവേൻ. കർത്താവിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കാനും പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഉടമ്പടി ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്തിനു വേണ്ടിയാണ്? നന്മയുണ്ടാകാൻ. പക്ഷെ നന്മയുടെ പ്രശ്നം എന്താണ്? ചെറിയൊരു ടൈമിന് നമുക്ക് നന്മ കിട്ടിയിട്ട് കാര്യമില്ല. കാര്യം പല വിഷയങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോറിലേറ്റ് ചെയ്ത് കിടക്കുന്ന കാരണം കുറേ കാലത്തേക്ക് വേണം നമുക്ക് നന്മ വേണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി അല്ലാതെ വേറെ ഓപ്ഷനില്ല. കുറേ കാലത്തേക്ക്. ഇപ്പം എന്താണ് അത്? MD പരീക്ഷ എഴുതിയാൽ മാത്രം പോരാ. ഇനി അപ്ഗ്രഡേഷൻ വരണമെന്നുണ്ടെങ്കിൽ
ആ കോളേജിൽ തന്നെ ആ വിഷയത്തിന് കോമ്പറ്റൻ്റ് ആയിട്ടുള്ള മറ്റ് ഡോക്ടേഴ്സ് ഏതെങ്കിലും അമേരിക്കയിൽ നിന്ന്, ഇപ്പോൾ അദ്ദേഹം മസ്കറ്റിലാണ്, അമേരിക്കയിൽ നിന്ന് ജർമ്മനിയിൽ നിന്ന് വേറെ ഡോക്ടേഴ്സ് വന്ന കോമ്പറ്റീഷനായിപ്പോയി. പിന്നെ എന്ത് പറ്റും? പ്ലേസിനുള്ള അനുഗ്രഹം വേണം. എന്താണ് പ്ലേസ്? അത് നിസ്സാര കാര്യമല്ല. എവിടെയാണ് ആയിരിക്കുന്നു ആ സ്ഥലത്ത് തന്നെ ആകണമെന്നുണ്ടെങ്കിൽ പ്ലേസ് ഉണ്ട്, സ്ഥലമുണ്ട്. അതാ ഇവിടെ എഴുതിയിരിക്കുന്നത്, ശാശ്വതമായ, നിങ്ങൾക്ക് ശാശ്വതമായ ദേശത്ത്, ഒരു സ്ഥലത്ത് ദീർഘകാലം. ചില ആൾക്കാർക്ക് ജോലി കിട്ടും, പ്രോജക്റ്റ് കഴിയുമ്പോൾ അവർ വീട്ടിൽ പോരും. 5 കൊല്ലമേ ഉള്ളൂ, ശാശ്വതമല്ല. ജോലി കിട്ടി, പക്ഷേ മിക്കവാറും അടുത്ത കൊല്ലം പിരിയേണ്ടി വരുമെന്ന് പറയും. ശാശ്വതമല്ല. അപ്പം ഈ ശാശ്വതമായ കാര്യങ്ങൾക്ക് നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ റിട്ടയർ ചെയ്യുകയാണ്, പക്ഷേ ഇളയ മകളെ കെട്ടിക്കാനുള്ള കാശ് ആയിട്ടില്ല. 2 പെൺകുഞ്ഞുങ്ങളെ കെട്ടിച്ച് വിട്ടു, അവരുടെ കാര്യങ്ങളെല്ലാം എടുത്തെങ്കിലും ഇനിയിപ്പോൾ റിട്ടയർ ആകും. അപ്പോൾ കുഞ്ഞിൻ്റെ ഇടയ കൊച്ചിൻ്റെ കാര്യം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വേറെ ഒരു ജോലി കിട്ടിയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളാണ്. ഇതിന് ശാശ്വതമായ സ്ഥലങ്ങൾ വേണം നമുക്ക്. ശാശ്വതമായ സ്ഥലങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരവും ശാശ്വതവുമായ സ്ഥലങ്ങൾ. അപ്പോൾ ദൈവം ബ്ലെസ് ചെയ്യണത് സ്ഥലത്തെയും ബ്ലെസ് ചെയ്യും, ടൈമിനെയും ബ്ലെസ് ചെയ്യും. ഈ ടൈമും സ്ഥലവും ബ്ലെസ് ചെയ്യുന്നതിനാണ് നമ്മൾ ദീർഘകാലം എന്ന് പറയണത്. ശാശ്വതമായ സ്ഥലവും ദീർഘമായ കാലവും. ഇതിനെന്താ ചെയ്യേണ്ടത്? അവിടുത്തെ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കുക. അതാണ് നിയമാവർത്തനം 4:40. ഇത് അമ്മ വളരെ ചുരുക്കി പറയണത് കാര്യമാണ്. എന്താണ്? നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ എന്ത് ചെയ്യണം? അവൻ പറയണത് പോലെ ചെയ്യാൻ. ആര്? ഈശോ പറയണത് പോലെ ചെയ്യാൻ. അപ്പം അതിനകത്ത് ചട്ടങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഈശോ പറയണ പോലെ ചെയ്യാൻ. അത് നമ്മളപ്പോൾ ഉടമ്പടിയിലൂടെ എന്താ ചെയ്യണത്? ഈശോയുമായിട്ട് നമ്മളെ അങ്ങ് ഈ കർത്താവ് പറയണ പോലെ ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ഉടമ്പടി നിങ്ങളെ എന്ത് ചെയ്യുന്നു? ഈശോയുമായി കൂട്ടിച്ചേർക്കുന്നു. ഇങ്ങനെയാണ് വരാനുള്ളത്. അതായത് ഉടമ്പടി എന്താ ചെയ്യണത്? അതുകൊണ്ടാണ് ഉടമ്പടിയെക്കുറിച്ച് പുസ്തകം എഴുതിയപ്പോഴേ ആ പുസ്തകത്തിൻ്റെ അവതാരിക KCBCയുടെ തിയോളജിക്കൽ കമ്മീഷൻ പ്രസിഡൻ്റാണ് എഴുതിയിരിക്കുന്നത്. എന്താണ്? ഉടമ്പടി ക്രിസ്തു കേന്ദ്രീകൃതമാണ്. ഞാനിവിടുത്തെ ദൈവമേ, പിതാവ് ഈ പുസ്തകം വായിച്ചപ്പോൾ എത്ര പെട്ടെന്ന് അതിൻ്റെ കാമ്പ് അങ്ങോട്ട് പിതാവിന് മനസ്സിലായത്. അതായത് ഉടമ്പടി ക്രിസ്തു കേന്ദ്രീകൃതമാണെന്ന്. അതായത് ഉടമ്പടി ആരും തെറ്റിദ്ധരിക്കേണ്ട അമ്മയിലേക്കുള്ള കേന്ദ്രീകൃതമാണെന്നല്ല. അമ്മ വഴി ക്രിസ്തുവിനോട് കേന്ദ്രീകൃതമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, ഉടമ്പടി ദൈവ മനസ്സാണ്. എന്താ കാര്യം? യേശു പറഞ്ഞില്ലേ, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാകുന്നു. ശ്രുതികടെ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഉടമ്പടി എന്താണ് ചെയ്യണത്? എങ്ങനെയാണ് ശാശ്വതമായ സ്ഥലത്തും ദീർഘകാലങ്ങളിലും നന്മയിൽ നിങ്ങൾ നിലനിർത്തുന്നത്? എങ്ങനെയാണ്? ഉടമ്പടി എന്താണ് ചെയ്യണത്? അഥവാ അവൻ പറയണത് പോലെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ നിങ്ങളെ എന്താണ് ചെയ്യണത്? കർത്താവുമായിട്ട് നിങ്ങളെ ഐക്യപ്പെടുത്തുകയാണ്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 15:4. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. എന്ന് പറഞ്ഞേ, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. അപ്പോഴ് കർത്താവാകുന്ന മുന്തിരിച്ചെടിയോട് അവൻ പറയണത് പോലെ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും അവിടുത്തെ ചട്ടങ്ങളും അവിടുത്തെ നിയമങ്ങളും പാലിച്ച് ജീവിതകാലം മുഴുവൻ ശാശ്വതമായ നന്മ പുറപ്പെടുവിക്കാൻ വേണ്ടി അമ്മ നമ്മളെ ഉടമ്പടി വഴി യേശുവിനോടാണ്
ഐക്യപ്പെടുത്തുന്നത്. ഇതെങ്ങനെ ഐക്യപ്പെടുത്തണതെന്ന് യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്. നമ്മൾ യോഹന്നാൻ്റെ 14:15 വായിക്കുമ്പോഴേ, യോഹന്നാൻ 14:15 ഏറ്റു പറഞ്ഞ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. അതാണ് വിഷയം. കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിൽ നമ്മൾ അവിടുത്തെ കൽപ്പന പാലിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കേട്ട നിയമാവർത്തനത്തിൻ്റെ 4:40 എന്താണ്? നിങ്ങൾക്ക് ദീർഘകാലം നന്മയുണ്ടാകാൻ അവിടുത്തെ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കാൻ. ഈ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ദൈവത്തെ സ്നേഹിക്കണം. ഇപ്പോൾ ഉടമ്പടിയും ദൈവസ്നേഹവും തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഉടമ്പടി ഒരു താത്വികമായിട്ടുള്ള ഒരു പ്രാർത്ഥനയില്ല. ഉടമ്പടി ദൈവസ്നേഹം ഇല്ലാത്തവർക്ക് ഉടമ്പടി ഭരിക്കത്തില്ല. ഇപ്പോൾ ചില ആൾക്കാർ ഭയങ്കരമായ ഞങ്ങൾ ഉടമ്പടി ചെയ്ത് അതിനെ കൂരിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് മത്സരം പിടിക്കണില്ലേ. പല ആൾക്കാർക്കും ദൈവസ്നേഹമില്ല. ഉടമ്പടി അവർ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉടമ്പടി ദൈവത്തോട് ദൈവസ്നേഹമില്ല ചെയ്യാൻ പറ്റത്തില്ല. ദൈവസ്നേഹമില്ല. ആദ്യം നമ്മളെന്താ പ്രാർത്ഥിക്കേണ്ടത്? കാരണം ദൈവസ്നേഹം എന്ന് പറയുന്നത് ഒരു വരമാണ്. സ്നേഹം ഒരു വരവല്ലേ? വരമാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോഴ് ഉടമ്പടിയിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു. ഉടമ്പടിയിൽ നമ്മൾ രോഗികളെ സന്ദർശിക്കുന്നു, ഇല്ലേ? ഉടമ്പടിയിൽ നമ്മൾ 1 മണിക്കൂർ വചനം വായിക്കുന്നു, ഇല്ലേ? അപ്പോൾ അതെല്ലാം ചെയ്യുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് കൃപാസനത്തിൽ പറഞ്ഞിട്ടുണ്ട് 1 മണിക്കൂർ വചനം വായിക്കാൻ. അതുകൊണ്ട് വായിക്കുന്നു. കൃപാസനത്തിൽ പറഞ്ഞിട്ടുണ്ട് രോഗികളെ പോയി കാണാൻ. ആ ഉടമ്പടി പ്രകാരം രോഗികളെ പോയി കാണുന്നു. ഇങ്ങനെ കണ്ടാലും അതിൽ ദൈവസ്നേഹം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വൃഥാവായി പോകും. അതിനകത്ത് എല്ലാ കണ്ടൻറ്റിലും ദൈവസ്നേഹം വേണം, ഇല്ലെങ്കിൽ വൃഥാവായി പോകും. കാര്യം എല്ലാ വിഷയങ്ങൾക്കും ഉണ്ട്. അതാണ് യോഹൻ ഈ നമ്മൾ 2 കൊറിന്ത്യൻസില്ലേ, 2 കൊറിന്ത്യൻസിൽ 13:3 ശ്രദ്ധിക്കട്ടെ മക്കളെ. യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് വൃഥാവാണെന്നുള്ളത്, നമ്മൾ എന്ത് നിയമങ്ങൾ പാലിച്ചാലും എന്ത് ഉപവി പ്രവർത്തനങ്ങൾ ചെയ്താലും അതിൻ്റെ കണ്ടൻറ് എന്താണ്? ദൈവസ്നേഹമാണ്. അതുകൊണ്ടാണ് 1 കൊറിന്ത്യൻസ് 13:1-2 മുതൽ, അതായത് 13:1 വരെയുണ്ട്. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ മുഴങ്ങുന്ന ചെങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനവനം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. വിശ്വാസം നമുക്കുണ്ടാകും. ആർക്കാ വിശ്വാസമില്ലാത്ത? വിശ്വാസമില്ലാതെ ഉടമ്പടി ചെയ്യുക. പക്ഷേ ഉടമ്പടി വിശ്വാസം കൊണ്ട് വർക്ക് ചെയ്യത്തില്ല. ഉടമ്പടി ദൈവസ്നേഹം കൊണ്ടേ വർക്ക് ചെയ്യത്തുള്ളൂ. വിശ്വാസം അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള എന്താണ്? പ്രൈമറി ഗ്രേസാണ്. ഇത് ആക്ടിവേറ്റിംഗ് ഗ്രേസ് എന്ന് പറയുന്നത് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യണ ദൈവസ്നേഹമാണ്. എൻ്റെ മക്കൾ വേറൊരു മാർഗവും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അതുകൊണ്ട് ഉടമ്പടി എടുത്ത് എല്ലാവരും തന്നെ ദൈവസ്നേഹം നിറയാൻ വേണ്ടി, അഥവാ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കർത്താവിനോട് പച്ചക്ക് പറയണം. കർത്താവ്, ഞാൻ ഈ രോഗിയെ കാണുന്നു, അതുകൊണ്ടാണ് ബന്ധവും സ്വന്തവും ഒന്നും ഇതിൻ്റെ അകത്ത് കയറ്റി വിടരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം. നമ്മളുമായിട്ട് ഒരു ബന്ധമില്ല, ലയബിലിറ്റി ഇല്ല, നമുക്ക് കടപ്പാട് അങ്ങനെ ആ രീതിയിലല്ല ഇത് പോണത്. സ്നേഹം എല്ലാവരോടും കടപ്പാടാണ്, എല്ലാവരോടും കടപ്പാട്. ഉടമ്പടി പ്രപഞ്ചത്തോടും പരിസ്ഥിതിയോടും മൃഗങ്ങളോടും മരങ്ങളോടും എല്ലാം ദൈവസ്നേഹം നമ്മളെ നിറച്ചുകൊണ്ടുള്ള ഒരു ദൈവത്തോടുള്ള ഐക്യപ്പെടുത്തലാണ്. എല്ലാത്തിനോടും ഐക്യപ്പെടും. ദൈവത്തെ നമ്മൾ മുന്തിരിച്ചെടിയായിട്ട് കണ്ടാൽ ദൈവത്തെ നാളെ ഒരു പട്ടിക്കുഞ്ഞായിട്ട് മുന്തിരിച്ചെടിയായിട്ട് കണ്ട പോലെ തന്നെ വേറെ ഒരു ജൈവ മേഖലയിലെ പ്രതീകമായിട്ട് കാണും. നമ്മളതിനെ ഉപദ്രവിക്കാതെയും സ്നേഹിച്ചും ലാളിച്ചും പരിസ്ഥിതിയെയും പ്രകൃതിയെയും വളർത്തുമ്പോൾ നമ്മൾ ഈ ദൈവസ്നേഹമായിരിക്കണം വളർത്തുന്നത്, അല്ല ബുദ്ധിയല്ല.
മരം വെച്ച് കഴിഞ്ഞാൽ, ഒരു പച്ചക്കുട ഭൂമിക്ക് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കാർബൺ കുറയും, ഓക്സിജൻ കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ പരിസ്ഥിതി പ്രവർത്തനങ്ങളിലൂടെ നമ്മൾക്ക് കാർബൺ കുറക്കാൻ പറ്റും. അത് വെച്ച് ഭൗമ താപം കുറക്കാം. അതുപോലെ തന്നെ മഞ്ഞുരുക്കം കുറക്കാം, കടൽക്ഷോഭം കുറക്കാം എന്നൊക്കെ കുറക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ബേസ്മെൻറ്റ് നമുക്ക് ശാസ്ത്രീയമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം അങ്ങനെ പറയുന്നത് കൊണ്ടല്ല, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഭൗമതാപം കുറയ്ക്കാൻ വേണ്ടി നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെയ്യാം. നമ്മുടെ പരിസ്ഥിതി പ്രവർത്തനങ്ങളും ദൈവസ്നേഹത്തിൻ്റെ ഭാഗമാണ്. ഈ ദൈവസ്നേഹത്തോടെയാണ് കൊണ്ടാണ് നമ്മൾ സ്നേഹമില്ലാതെ ഇത് ചെയ്താൽ, പരിസ്ഥിതി പ്രവർത്തനം ചെയ്താലും ശരി, പട്ടിയെ വളർത്തിയാലും ശരി, എല്ലാം വൃഥാവാണ്. നീ എന്ത് ചെയ്യണത്? അത് നിനക്ക് ദീർഘകാലം നന്മ വേണോ? നീ ഏത് നന്മ ചെയ്യുന്നു അത് നിനക്ക് ശാശ്വതമായി വേണോ? നിനക്ക് ദൈവസ്നേഹം വേണം. അതുകൊണ്ട് പ്രാർത്ഥിക്കുക ദൈവത്തിനെ, കർത്താവേ, ഞാൻ എന്ത് ചെയ്താലും ദൈവസ്നേഹത്തോടെ ചെയ്യാൻ, ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഉടമ്പടി പ്രവർത്തനങ്ങള് ദൈവസ്നേഹത്തോടെ ചെയ്യാൻ എനിക്ക് അഭിഷേകം നൽകണമേ. ശ്രുതികട ഹല്ലേലൂയ. ഉടമ്പടി ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കുള്ള ഒരു ക്ഷണമാണ്. ഉടമ്പടി ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കുള്ള ഒരു ക്ഷണമാണ്. ഈ സ്നേഹത്താലാണ് നമ്മൾ പറഞ്ഞതുപോലെ യോഹന്നാൻ 15:4 അനുസരിച്ച് കൊണ്ട് നമ്മളാകുന്ന ശാഖയെ തായ്തടിയാകുന്ന മുന്തിരിച്ചെടിയോട് ഒട്ടിപ്പിക്കുന്നത് ഉടമ്പടിയാണ്. ഇനി ഉടമ്പടി ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മളെ ക്ഷണിക്കണം എന്ന് അച്ഛൻ പറഞ്ഞില്ലേ, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കുള്ള ക്ഷണമാണെന്ന്. അത് ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 14:23 വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. യോഹന്നാൻ 14:23 എന്താ പറയണേ? യേശു പ്രതിവചിച്ചു, ഏറ്റു പറഞ്ഞേ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അതാണ് പ്രശ്നം. അതാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. കനായിലെ കല്യാണ വേദിയിലെ യോഹന്നാൻ 2:5 അമ്മ എന്നാ പറഞ്ഞത്? അവൻ പറയണ പോലെ ചെയ്യാൻ. പക്ഷേ അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ താത്വികമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അവൻ പറയണ പോലെ ചെയ്യാൻ അമ്മ പറഞ്ഞു. പക്ഷേ അവൻ പറയണ പോലെ നീ എന്ത് ചെയ്താലും, പത്രം സുവിശേഷം പ്രചരിക്കാൻ വേണ്ടി കൃപാസനം പത്രം വാങ്ങിച്ച് കൊടുത്താലും, നിനക്ക് തന്നെ കുടുംബത്തിൽ പോയി അല്ലെങ്കിൽ അയൽവാസികളിൽ പോയി ഒരു രോഗിയെ കുളിപ്പിച്ചാലും, അല്ലെങ്കിൽ ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുത്താലും, എന്ത് ചെയ്താലും ഇതൊക്കെ ചെയ്യാൻ പറ്റും. അത് ഉടമ്പടിയിൽ അങ്ങനെ ഉണ്ട്. അവൻ പറയണ പോലെ ചെയ്യാനും പറഞ്ഞത് കൊണ്ട് ഞാൻ ചെയ്യണമെന്നല്ല പറയണത്. ഈ യോഹന്നാൻ 2:5 അനുസരിച്ചുകൊണ്ട് അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ യോഹന്നാൻ 14:23 വർക്കൗട്ട് ചെയ്യണം. എന്താണത്? യോഹന്നാൻ 14:23 യേശു പ്രതിവചിച്ചു, ഏറ്റു പറഞ്ഞേ, യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അതാണ് സംഭവം. അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തെ സ്നേഹിക്കുന്നവരൊക്കെ പറ്റത്തുള്ളത്. അല്ലാതെ ഉടമ്പടി എടുത്തൊന്നും പറഞ്ഞ സംഭവം വർക്കൗട്ട് ചെയ്യത്തില്ല. അതായത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അവൻ പറയണ പോലെ ചെയ്ത് ഈ ശാശ്വത നന്മയിൽ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. ദൈവസ്നേഹം കെട്ടുപോകാതിരിക്കാൻ നിങ്ങൾ നോക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ത് ചെയ്തോ എന്നല്ല, അത് ഞാൻ ദൈവസ്നേഹത്തോടെ ചെയ്തോ എന്നാണ് പ്രശ്നം. വിശ്വാസം ഉണ്ടായിട്ട് വലിയ കാര്യമില്ലെന്ന് പറഞ്ഞില്ലേ? കാര്യം എന്താണ്? നിങ്ങൾക്ക് മലകളെ മാറ്റാൻ, ഇപ്പോൾ 1 കൊരിന്ത്യർ 13:1 അല്ലെങ്കിൽ 2 മലകളെ മാറ്റാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. അതാ സംഭവം. അവിടെ വിശ്വാസമല്ലേ എല്ലാം. എന്തുമാത്രം പറ്റിക്കുന്ന പരസ്യമാണ്. വിശ്വാസമല്ലേ എല്ലാം ഒന്നും അല്ല, ദൈവസ്നേഹമാണ്. അതാണ് ഈശോ 14:23 പറയണത്. യേശു പ്രതിവചിച്ചു,
എന്നെ സ്നേഹിക്കുന്ന ഏറ്റു പറഞ്ഞേ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും. അതാണ് ഡൈനാമിസം. ഉടമ്പടി സംഭവിക്കണത് എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കുന്നതുകൊണ്ടാണ് ഈ സംഭവം വർക്കൗട്ട് ചെയ്ത് വരണത്. അതാണ്, അതായത് അവൻ പറയണ പോലെ ചെയ്യുമ്പോൾ യേശു പ്രതിവേദിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? സ്നേഹത്തോടെ വചനം പാലിച്ചാൽ എന്ത് സംഭവിക്കും? അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഇതാണ് ഉടമ്പടി ഡൈനാമിസം. പിതാവാണിത്. ലാസ്റ്റ് ഫേസിൽ വരണ പിതാവാണ്. നിങ്ങൾ ദൈവസ്നേഹത്തോടെയാണ് ഉടമ്പടി പാലിക്കണമെങ്കിൽ, അവൻ പറയണ പോലെ ചെയ്യണമെങ്കിൽ, എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും. ഞങ്ങൾ വന്ന് അവനിൽ വാസം ഉറപ്പിക്കും. അപ്പോഴേ അതായത് സ്തുതിയുടെ മക്കളെ യേശുസ്വസ്തം അടുത്ത് വന്ന് എന്ന വാക്കിനകത്ത് ഉണ്ടല്ലേ. യോഹന്നാൻ 14:13 അടുത്ത് വന്ന് ഉടമ്പടിയിൽ സംഭവിക്കുന്ന കാര്യം അടുത്ത് വരികയാണ്. ഇപ്പം നമ്മൾ സഞ്ചാരി മാതാവെന്ന് പറയത്തില്ലേ, ഉടമ്പടി പാലിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ഓഫീസുകളിലും വീടുകളിലും നിർണയമായ നിമിഷത്തിൽ സിൽവർ ഈ കൃപാസനത്തിൽ ദിവ്യ ആൾത്താരെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ തനി സാന്നിധ്യം ഒത്തിരി പേരെ കണ്ടിട്ട് ഇവിടെ സഞ്ചാരി മാതാവെന്ന് തന്നെ ഇപ്പോൾ ആൾക്കാർ പറഞ്ഞ് സാക്ഷ്യം പറയുകയാണ്. അടുത്ത് വരികയാണ്. ഉടമ്പടിയിലൂടെ സംഭവിക്കണത് അടുത്ത് വരികയിലാണ്. അപ്പം നമ്മളത് പുറപ്പാടിൻ്റെ 33:14 കോട്ട് ചെയ്താണ്. അതായത് ചട്ടം പാലിക്കുന്നവൻ്റെ കൂടെ, എന്നെ സ്നേഹിച്ചതിൻ്റെ ചട്ടം പാലിക്കുന്നതിൻ്റെ കൂടെ, ഉടമ്പടി ചെയ്യുന്നതിൻ്റെ കൂടെ ഞാൻ അവൻ്റെ കൂടെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് 33:14. അത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ 23, യോഹന്നാൻ 14:23 എന്താ സംഭവിക്കണത്? യേശു പ്രതിവേദിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവൻ്റെ വാസം ഉറപ്പിക്കുകയും ചെയ്യും. ചക്കാലക്ക പിതാവ് ഉടമ്പടി പുസ്തകത്തിന് ചെയ്യുമ്പോൾ, അതായത് ദൈവ കേന്ദ്രീകൃതമാണെന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ അകത്ത്. ഉടമ്പടി പിതാവിനെ കേന്ദ്രീകരിച്ചാണെന്ന്. അപ്പം ഞാൻ എപ്പോഴിരുന്ന് ചിന്തിക്കും, പിതാവ് ഇങ്ങനെ എഴുതിയല്ല, പരിശുദ്ധാത്മാവ് പറയാതെ അങ്ങനെ പറയുമോ? എനിക്കാണെങ്കിൽ തലയിൽ കയറണില്ല. എങ്ങനെയാണ് പിതാവുമായിട്ട് ഇത് കേന്ദ്രീകരിക്കണത്? ക്രിസ്തു കേന്ദ്രീകരിക്കമാണെന്ന് എനിക്കറിയാമായിരുന്നു ഉടമ്പടി വെളിപ്പെടുത്തുന്ന കാലത്ത്. പക്ഷേ ഇത് തിയോളജിക്കൽ കമ്മീഷൻ്റെ KCBC തിയോളജിക്കൽ കമ്മീഷൻ്റെ ചെയർമാനായിരുന്ന ചക്കാലക്ക പിതാവ്, അദ്ദേഹം ചെയർമാൻ ആയിരിക്കുമ്പോഴാണ് ഇത് എഴുതുന്നത്. ഉടമ്പടി പിതാവിനെ കേന്ദ്രീകരിച്ചുള്ളതാണെന്ന്, ദൈവ കേന്ദ്രീകൃതമാണെന്ന്. അതാണ് ഈ സംഭവം. അതാണ് ഈ 14:23 എന്താ പറയണത്? യേശു പ്രതിവേദിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അതിനു വേണ്ടിയാണ് നമ്മൾ കുമ്പസാരിക്കുക ചെയ്യണത്. എന്താണ്? കർത്താവ് വരികയല്ലേ. അപ്പോൾ വിശുദ്ധിയോടെ നമ്മൾ അവൻ്റെ കൽപ്പന പാലിച്ച് ജീവിക്കണ്ടേ, അത് നിലനിൽക്കണ്ടേ, ശാശ്വതമാകണ്ടേ, ദീർഘകാലമാകണ്ടേ. അതിനു വേണ്ടിയാണ് നമ്മൾ കുമ്പസാരിക്കണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴ പിതാവ് ആനാപറമ്പിൽ തിരുമേനി ഇവിടെ കോവിഡ് കുമ്പസാരക്കൂടെ ആശീർവദിച്ചു. എന്താണ്? ആരെ കുമ്പസാരിക്കാൻ? ഉടമ്പടി എടുത്തവരെ കുമ്പസാരിക്കാൻ ആവശ്യപ്പെട്ടാലും കോവിഡിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് കൊണ്ട് അതിൻ്റെ മൗത്ത് പീസ്, കൺഫെഷനേറ്റിൻ്റെ മൗത്ത് പീസ് ആവശ്യമുള്ളത്ര നീക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ 3 പീസായിട്ടാണ് കൺഫെഷനേറ്റ് ചെയ്തിരിക്കുന്നത് കൃപാസനത്തിലെ. അതാണ് കഴിഞ്ഞ ദിവസം അഭിനന്ദ പിതാവ് ആശീർവദിച്ചത്.
അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരുങ്ങിയിരിക്കണം, തയ്യാറായിരിക്കണം. അപ്പം നിങ്ങളുടെ ഇടവക പള്ളികളിൽ പോയി ചോദിച്ചാൽ തീർച്ചയായിട്ടും അച്ഛന്മാർ അങ്ങോട്ട് ചോദിച്ചാൽ കുമ്പസാരിപ്പിക്കും. ഉടമ്പടി വലിയ വിശേഷങ്ങളൊന്നും അവരോട് പറയേണ്ട, കാരണം അവർക്ക് അറിയത്തില്ല, അവർ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് കൃപാസനത്തിൽ വന്ന് കുമ്പസാരിക്കാം. കാര്യം നമ്മൾ എല്ലാം കർത്താവിൻ്റെ വചനം പോലെ അതാത് കാലങ്ങളിൽ കർത്താവ് വെളിപ്പെടുത്തുന്ന പോലെ കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് KCBC നമുക്ക് KCBC തിയോളജി കമ്മീഷൻ സെക്രട്ടറിയും വന്നിട്ടാണ് ഇവിടെ വന്ന് പറയണത്. അതായത് അവൻ പറയണ പോലെ ചെയ്യുവിൻ എന്ന് പറയുന്നതിന്, അത് ചെയ്തുകൊള്ളാമെന്ന് നമ്മൾ പറയുന്ന പ്രത്യുത്തരത്തിന് കൃപാസനത്തെ പറയുന്ന പേരാണ് മരിയൻ ഉടമ്പടി. അതാര് പറഞ്ഞതാണ്? KCBC തിയോളജി കമ്മീഷൻ സെക്രട്ടറി ഇവിടെ വന്ന് പുസ്തകം പ്രകാശനം ചെയ്തപ്പോൾ സ്റ്റാൻലി അച്ഛൻ, മാതിരപ്പള്ളി അച്ഛൻ പറഞ്ഞതാണ്. അപ്പോൾ സഭയെ സംബന്ധിച്ചിടത്തോളം ഔദ്യോഗികമായിട്ട് മാതാവ് എല്ലാവർക്കും വ്യക്തമായ ഉൾക്കാഴ്ച കൊടുത്തിട്ടുണ്ട്, വ്യക്തമായ ഉൾക്കാഴ്ച. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മളെ ദൈവത്തിൽ നിലനിർത്തണതും ദൈവം നമ്മുടെ അടുത്തേക്ക് വരണതും പിതാവ് പുത്രൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മളുമായിട്ട് ഐക്യപ്പെടുന്നതും ഇങ്ങനെ ഐക്യത്തിൻ്റെ ഒരു വലിയ ദൈവിക സ്വർഗീയ പദ്ധതിയിലൂടെയാണ് നമ്മൾ ഉടമ്പടിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൽ നിലനിൽക്കാൻ വേണ്ടി ശ്രുതികട്ടെ ഹല്ലേലൂയ. നമ്മൾ 14:23 യോഹന്നാന്റെ സുവിശേഷത്തിൽ കണ്ടില്ലേ? അതായത് എൻ്റെ കൽപ്പന എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും. 15 യോഹന്നാൻ 15:4. എൻ്റെ കൽപ്പന പാലിക്കുന്നവൻ്റെ അടുത്തേക്ക് ഞങ്ങൾ വരും. ഉടമ്പടി പാലിക്കുന്നവൻ്റെ അടുത്തേക്ക് ഞങ്ങൾ വരും. ഈ അടുത്തേക്ക് വരുമെന്നുള്ളത് എന്താണത്? അത് വരമാണ്. ഇപ്പം എല്ലാം ദാനവല്ലെന്ന് അവർ പാടിയില്ലേ? അതിനോട് കേട്ടിട്ട് അതിൻ്റെ കൂടെ ഞാൻ പറയണേ, അതായത് നമ്മളുടെ അടുത്തേക്ക് ഉടമ്പടി ദൈവത്തെ നിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. പക്ഷെ അടുത്തേക്ക് വരണം എന്താ? ഇപ്പം 14:23 അനുസരിച്ച് കൊണ്ട് എൻ്റെ കൽപ്പന പാലിക്കുന്നതിൻ്റെ അടുത്തേക്ക് ഞാൻ വരും. പക്ഷെ അടുത്തേക്ക് വരണം എന്തുകൊണ്ടാണ് നമ്മുടെ അടുത്തേക്ക് വരണത്? അതൊരു വരമാണ്. എന്ത് വരാം? ഇപ്പം നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 6:65 വായിക്കത്തില്ലേ? 6:65 എല്ലാം കിടക്കണത്. അതായത് അവൻ പറഞ്ഞു, അവൻ പറഞ്ഞു, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരാൻ ആർക്കും സാധിക്കില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോഴ് ഇത് ബൈലാറ്ററൽ ആയിട്ടുള്ള ഉടമ്പടിയില്ലേ, ഉഭയകക്ഷിയല്ലേ. നമ്മൾ ദൈവത്തോട് അടുക്കുകയും ചെയ്യുന്നു, ദൈവം നമ്മളിലേക്ക് അടുക്കുകയും ചെയ്യുന്നു. പക്ഷേ യോഹന്നാൻ ഈ പ്രോസസ്സിനെ വിളിക്കണത് എന്താണ്? ഉടമ്പടി എന്നല്ല വിളിക്കുന്നത്, വരമെന്നാണ് വിളിക്കുന്നത്. ഉടമ്പടി ഒരു വരമാണ്. യോഹന്നാൻ ഈ പ്രോസസ്സിനെ എന്തെന്നാണ് വിളിക്കണത്? ഒരു വരമെന്നാണ് വിളിക്കണത്. നമ്മൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുന്നതിനും ബൈലാറ്ററാണ് അല്ലേ, ഉഭയകക്ഷിയാണ്. നമ്മളും ദൈവവും തമ്മിലുള്ള ഉടമ്പടി പരിശുദ്ധ അമ്മ വഴി ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ബൈലാറ്ററാണ്. ദൈവത്തോട് നമ്മൾ ചെയ്യുന്നു, അതുപോലെ തന്നെ ദൈവം നമ്മളോടും ചെയ്യുകയാണ്. എന്താ കാര്യം? വാഗ്ദാനമുണ്ട്. എൻ്റെ ചട്ടങ്ങൾ പാലിച്ചാൽ ഞാൻ ശാശ്വതമായി ഈ ഭൂമിയിൽ നന്മയോട് ജീവിക്കാൻ, ദീർഘകാലം ജീവിക്കാൻ ഞാൻ നിന്നെ അനുവദിക്കുമെന്ന് നിയമാവർത്തനം 4:40 പറയുന്നത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം പ്രാപിക്കാനാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. അപ്പോൾ ദൈവമാണ് ഒരു കക്ഷി, നമ്മൾ വേറെ ഒരു കക്ഷി. ഇതിൻ്റെ മരിയൻ ഉടമ്പടിയുടെ വക്താവ് ആരാണ്? മേരിയാണ്, മറിയമാണ്. അവൻ പറയണ പോലെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു തരണതും മധ്യസ്ഥ അമ്മയാണ്, മാതൃക അമ്മയാണ്, വാഗ്ദാന പേടകം അമ്മയാണ്. അപ്പോൾ ഈ അമ്മയുടെ മധ്യസ്ഥതയിലാണ് മരിയൻ ഉടമ്പടി നടക്കുന്നത്. അപ്പോൾ നടക്കുമ്പോൾ ഒരു കക്ഷി നമ്മളും ഒരു കക്ഷി ദൈവവും. ദൈവം ഉടമ്പടി വഴി നമ്മളിലേക്ക് അടുക്കുന്നു, നമ്മൾ അവിടുത്തെ വാക്ക് പാലിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തോട് അടുക്കുന്നു. ഇതിന് ഉടമ്പടി എന്ന് പറയുന്നതിന് പകരം അതിനേക്കാൾ രൂക്ഷമായി യോഹന്നാൻ പറയണത് ഇറ്റ്സ് എ ഗ്രേസ്, ഇതൊരു വരമാണെന്ന്. കാര്യം അതാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15:6-65 പറയണത്. എന്നാ പറയണത്? അവൻ പറഞ്ഞു,
ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കിലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല. അടുത്തിലേക്ക് വരുന്ന കാര്യം വരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. കാര്യം എന്താണ്? അടുത്ത് വന്നാൽ എന്ത് സംഭവിക്കും? അടുത്ത് വന്നാൽ സംഭവിക്കുന്ന 15:4 ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. അപ്പം മുന്തിരിച്ചെടി ശാഖകളുടെ ഡെസ്റ്റിനേഷൻ എന്താ? ഒരു ശാഖയുടെ ഭാവി എന്താണ്? അതിൻ്റെ ദൗത്യം എന്താണ്? അതിൻ്റെ ലക്ഷ്യം എന്താണ്? അതെന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു? താഴ്ത്തടിയോട് ചേർക്കപ്പെടാൻ വേണ്ടിയാണ്. ഒരു ശാഖയുടെ ഡെസ്റ്റിനേഷൻ ഓഫ് എ ബ്രാഞ്ച് എന്താണത്? അത് മുന്തിരിച്ചെടിയെ ശാഖയോട് ചേർക്കപ്പെടുകയാണ്. ചേർക്കപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? അങ്ങനെ ചേർക്കപ്പെടുന്നതിനാണ് വരവെന്ന് പറയണത്. അങ്ങനെയുള്ളവർ വളരെയേറെ ഫലം പുറപ്പെടുവിക്കും. എന്ന് വെച്ചാൽ മുന്തിരിച്ചെടി ഐസയായിൽ കർത്താവ് വചനം കൊടുത്തപ്പോഴേ സുന്ദരമായൊരു വചനം കൊടുത്തായിരുന്നു. അതായത് ഒരു മുന്തിരി ഫലം കാണുമ്പോഴേ നിങ്ങളതിനെ നശിപ്പിക്കരുത്. എന്താ കാരണം? അതിലൊരു വരവുണ്ട്. അതിലൊരു വരവുണ്ടെന്ന് ഐസയ നമ്മൾ 65:5 അതായത് അതിലൊരു വരമുണ്ട്. എന്താണ്? ഓരോ ഫലവും ഓരോ വരമാണ്. ഉടമ്പടി ഒരു വരമാണ്. ഉടമ്പടിയുടെ ഫലങ്ങളും വരങ്ങളുടെ കൊലയാണ്. ശരിക്കും ഉടമ്പടി ഒരു വരമാണ്. ഉടമ്പടിയുടെ ഫലങ്ങൾ അതൊരു മുന്തിരിക്കൊല പോലെ തന്നെ താഴ്ത്തടിയിൽ നിന്നുണ്ടാകുന്ന ഒരു ഫലമാണ്. അതാണ് മുന്തിരി ഐസയ 6:65 പറയണത്. ഒരു മുന്തിരി ചെടിയിൽ ഒരു മുന്തിരിങ്ങ കാണുമ്പോൾ നശിപ്പിക്കരുത്, അത് നഷ്ടപ്പെടുത്തി കളയരുത്. കാര്യം എന്താണ്? അതിലൊരു വരമുണ്ട്. ദൈവത്തിൻ്റെ അടുത്ത് വരിക എന്നുള്ളത് തന്നെയാണ്. വരമില്ലാതെ വരാൻ പറ്റത്തില്ലെന്നാണ് യോഹന്നാൻ 6:65 പറയണത്. ആ ഫലത്തെയാണ് ഐസയ 65:5 ആ മുന്തിരിങ്ങ ഒരു വരമാണെന്ന് പറയണത്. ഉടമ്പടി ഒരു വരമാണ്. ആശീർവാദ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. രോഗം ഉള്ളയിടത്തെല്ലാം കൈകൾ വെച്ചുകൊണ്ട് ഇപ്പോഴും വിശ്വാസ പ്രമാണം ചെല്ലുകയോ യേശുവെ സ്വസ്ത്രം, യേശുവെ നന്ദി, യേശുവെ ആരാധനയെന്ന് പ്രാർത്ഥിക്കുകയോ ചെയ്യേണ്ടതാണ്. ശ്രദ്ധിക്കുക, കൃപാസനത്തിലെ ഏറ്റവും വലിയൊരു സമയമാണിത്. ഉടമ്പടി ആരാധന ഓൺലൈനിൽ കൂടിയപ്പോൾ മാരകമായ രോഗം സൗഖ്യപ്പെട്ട സാക്ഷ്യം ഈ ആഴ്ച കിടക്കുന്നുണ്ട് യൂട്യൂബിൽ. ഈ സമയം അമ്മ മാതാവ് നമുക്ക് ജീവനോടെ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ദയവായിട്ട് രോഗമുള്ള ഏതെല്ലാം ഇടത്ത്, കിഡ്നി ട്രബിളുള്ളവർ പുറകിലും, ഉദര രോഗികൾ മുന്നിലും, മക്കളില്ലാത്ത അടിവയറ്റിലും, ശ്വാസകോശ രോഗികൾ നെഞ്ചിലും, പ്ലീഹ അസുഖമുള്ളവർ നെഞ്ചിൻ്റെ താഴെയും, തൈറോയ്ഡ് രോഗികൾ തൊണ്ടയിലും, മെനിഞ്ചിറ്റിസ് ഉള്ളവർ വന്നവർ നെറ്റിയിലും, ശിരസ് സംബന്ധമായ രോഗമുള്ളവർ ശിരസിലും, എവിടെയെല്ലാമാണ് നിങ്ങൾക്ക് വിഷമതകളുള്ളത് അവിടെയെല്ലാം കൈകൾ വെച്ചുകൊണ്ട് ശ്രുതികട ഹല്ലേലൂയ. യേശുവേ ആരാധന 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 യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ ആരാധന യേശുവേ സ്തുതി സ്തുതി ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 എല്ലാ രോഗികളെയും സ്പർശിക്കണമേ, എല്ലാ വേദനകളെയും ഏറ്റെടുക്കണമേ യേശുവേ. യേശുവേ ആരാധന 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 അതിശക്തമായ ശ്രുതികട ഹല്ലേലൂയ. യേശുവേ ആരാധന 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 സാധ്യമായവനെ ഈശോയെ, നിനക്ക് സ്വസ്ത്രവും നിനക്ക് സ്തുതിയും നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധന അർപ്പിക്കുന്നു. കർത്താവെ അഞ്ചിന് കാഴ്ച നൽകിയവനെ, കർത്താവെ ചെകിടനെ കേളി നൽകിയവനെ, കർത്താവെ ഊമന് സംഭാഷണം നൽകിയവനെ, കർത്താവെ മഹോരോഗസ്യപ്പെടുത്തിയവനെ, കർത്താവെ തർവാരോഗസ്യപ്പെടുത്തിയവനെ, കർത്താവെ മരിച്ചവനെ ഉയർപ്പിച്ചവനെ, ഈശോ ഈശോ നിന്റെ
നിന്റെ വിശുദ്ധമായ തിരുമുറുമാർന്ന് വലതുകരം മക്കളുടെ ശിരസിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എവിടെയെല്ലാം കർത്താവെ അവർക്ക് രോഗങ്ങളുണ്ടോ അവിടെ എല്ലാം കർത്താവ്, കിഡ്നി രോഗികളെ കർത്താവ് സ്പർശിക്കണമേ. കർത്താവെ മാരക രോഗികളെ സ്പർശിക്കണമേ. ഈശോയെ ക്യാൻസർ രോഗികളെ സ്പർശിക്കണമേ. അടിപ്പിടർ പോലെ വൈദ്യാഘാതം പോലെ ദൈവികമായ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഹിപ്പുകളിൽ പ്രശ്നമുള്ളവരെ കർത്താവ് സ്പർശിക്കണമേ. തൈറോയിഡ് രോഗികളെ സ്പർശിക്കണമേ കർത്താവെ. കർത്താവ് ENT ആയിട്ടുള്ള ട്രബിൾ ഉള്ളവരെ കർത്താവെ അങ്ങ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്പോണ്ടിലോസ് ഉള്ളവരെ അങ്ങ് സ്പർശിക്കണമേ കർത്താവെ. കർത്താവ് ഹൃദയ രോഗികളെ കർത്താവ്, വാൽവിന് കർത്താവ് കേടുള്ളവരെ, വാൽവിന് ബ്ലോക്ക് ഉള്ളവരെ സ്പർശിക്കണമേ. തലച്ചോറ് ബ്ലോക്കായിരുന്നു സ്പർശിക്കണമേ. കിടപ്പ് രോഗികളെ കർത്താവെ സ്പർശിക്കണമേ. എല്ലാ തരത്തിലും കർത്താവെ അനങ്കം പാടില്ലാതെ ICUവിലും കർത്താവ് വീട്ടിൽ കിടപ്പായിട്ട് കിടന്ന് കഴിയുന്നവരെ കർത്താവെ അങ്ങ് സ്പർശിക്കണം കർത്താവെ. വാത രോഗികളെ സ്പർശിക്കണം കർത്താവെ. പിസ്റ്റുല രോഗികളെ സ്പർശിക്കണം കർത്താവെ. PCOD രോഗികളെ സ്പർശിക്കണം കർത്താവെ. കർത്താവ് അറിയാതെ മൂത്രം പോകുന്നവർ, മലം പോകുന്നവർ കർത്താവെ, ശരീരം വേർക്കുന്നവർ, കൈവെള്ളം വേർക്കുന്നവർ കർത്താവെ, കണ്ണിന് കാഴ്ചക്കുറവുള്ളൊരു കർത്താവെ, മൂക്കൊലിപ്പുള്ളൊരു കർത്താവ്, മൂക്കിന് ദശ വളരുന്ന കർത്താവെ, മൂക്കിന് കർത്താവ് പാലം കർത്താവ് ബ്ലോക്കാകുന്ന കർത്താവ്, വളഞ്ഞിരിക്കുന്ന കർത്താവെ, ജന്മന ട്രബിളുള്ളൊരു കർത്താവെ, ഓട്ടിസം രോഗികൾ കർത്താവെ, യേശു അപസ്മാര രോഗികൾ കർത്താവെ, യേശുവേ യേശുവേ ജീവിക്കുന്ന ദൈവമേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തണമേ. 35 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ മാരക രോഗികള്, തീരവേദികള് യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷം സൗഖ്യമാകട്ടെ. വിസർപ്പ രോഗികള് സൗഖ്യമാകട്ടെ. സോറിയാസിസ് രോഗികള് സൗഖ്യമാകട്ടെ. ത്വക്ക് രോഗികള് യേശുവിന്റെ നാമത്തില്, കരൾ രോഗികള് യേശുവിന്റെ നാമത്തില്, ചെവി രോഗികള്, കണ്ണപുടങ്ങൾ വേദന ഉള്ളവര് യേശുവിന്റെ നാമത്തില്, നട്ടല് രോഗികള്, നടുവേദന കശേരകൾക്ക് വീക്കമുള്ളവര്, വേദന ഉള്ളവര്, അസ്ഥികളെ ദഹിക്കുന്നവര് യേശു നാമത്തില് സൗഖ്യമാകട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മക്കളെ, പരീക്ഷ എഴുതുന്ന മക്കള്, കൃപാസനത്തിൽ ഒരു 5 ദിവസം ഞങ്ങൾ തുറന്നപ്പോൾ തന്നെ സാമ്പത്തികമായ ബാധ്യതകളാൽ ആത്മഹത്യയുടെ വക്കെത്തിയ ആൾക്കാർ ഒത്തിരി പേരെ കണ്ടു. അവരെല്ലാം ഞാൻ അമ്മയ്ക്ക് സമർപ്പിച്ച് വെച്ചിട്ടുണ്ട്. അമ്മ ആ വിഷയത്തിൽ തീരുമാനം ഉണ്ടാക്കും. ഇപ്പം കടബാധ്യതയുള്ളവർ ഞങ്ങൾ വീടില്ലാത്തവരെ, സ്ഥലമില്ലാത്തവർ, സ്ഥലവും വീടും ഇല്ലാത്തവർ, ജോലിയില്ലാത്തവർ, ജീവിത മാർഗം മുട്ടിപ്പോയവർ, മക്കൾ അന്യൻ്റെ പുറകെ പോയവർ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർ, ഭാര്യയും ഭർത്താവും പിണങ്ങി കഴിയുന്നവർ, ഡൈവേഴ്സിന് അടുത്ത് വരുന്നവർ, അതിൻ്റെ കേസ് നടത്തുന്നവർ, കേസ് കൊടുക്കാൻ പോകുന്നവർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിലെ വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, വരാൻ കഴിയാതെ അവിടെ കുടുങ്ങിപ്പോയവർ, ജോലി നഷ്ടപ്പെട്ടവരെ, കർത്താവ് സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, കർത്താവ് പുതിയത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, ഒറ്റയ്ക്ക് പാട്ടത്തിന് ഒക്കെ താമസിക്കുന്നവരെ, കർത്താവ് എല്ലാ മേഖലകളിലും ഉള്ള മക്കളെ, എല്ലാ തകർച്ചയുടെ മക്കളെ ഏൽപ്പിച്ചുകൊണ്ട് സ്തുതിക്കുന്ന അമ്മേ, പരിശുദ്ധമ്മേ, അവരെല്ലാം അവരുടെ വേദനകൾ പൂർണ്ണമായി ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉടമ്പടി ചെയ്തവരും ചെയ്യാത്തവരും എല്ലാ കർത്താവെ അവരുടെ എല്ലാ അവസ്ഥകളും, ഈ ആരാധന പങ്കെടുക്കുന്നവരെ അവിടെ എല്ലാ അവസ്ഥകളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പൂർണ്ണമായി വിട്ടുമാറാൻ പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ. കൈകൾ കൂപ്പി ആശീർവാദം സ്വീകരിക്കുക. ആരാധന 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 കർത്താവേ, ദൈവത്തെ അറിഞ്ഞ് സ്നേഹിച്ചുടമ്പടി ഉണ്ടാകണമേ. ഉടമ്പടിയിലെ ഓരോ നിയോഗങ്ങളും ഓരോ പ്രമേയങ്ങളും ഞങ്ങൾ ചെയ്യുമ്പോൾ കർത്താവേ, അത് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാകട്ടെ, പിതാവായ ദൈവത്തെ മനസ്സിലാകട്ടെ. യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ ആരാധന 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും